ഇതുകൊണ്ട് ഉപ്പിലിട്ട മാങ്ങ കേട്ടോ. ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് കാലത്ത് ആരും എണീച്ചിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അൽത്താഫാണ്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പാണ് പോകുന്നത്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയകാല ക്ലാസ്മേറ്റിൻ്റെ ഒപ്പമാണെന്ന് യാത്ര. അവനൊരു യാത്ര പോകാനൊരു മോഹം. അങ്ങനെ ഒരു പ്രത്യേക ഒന്നുമില്ല, ഊട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഊട്ടിയിലേക്കാണ് പോകണം നമ്മൾ. ചെല്ലും. അതെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പഴയകാല കാര്യങ്ങളും സംസാരിച്ചും സ്കൂളും ഒക്കെ സംസാരിച്ച് ഞങ്ങൾ പോകുന്നത്. ഈ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ നല്ല സ്ഥല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഭംഗിയായിട്ട് പോകാം. അത് പ്രത്യേക എയിമൊന്നുമില്ല കേട്ടോ. ഒരു ഊട്ടി കാണിക്കാൻ വേണ്ടി പോകണമെന്നല്ല, നമുക്ക് പോകുന്ന സ്ഥലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പലർക്ക് ലൈക്ക് ചെയ്യാൻ മടിയുണ്ട്, കാണുന്നവരൊക്കെ ലൈക്കും ചെയ്യണം. അപ്പോൾ പോലെ കമോൺ. അപ്പോൾ സമയം 3:15. ഉച്ചക്ക് ഫുഡ് അടിച്ചിട്ടില്ല. അപ്പോൾ അഫ്സലിൻ്റെ വീട്ടിൽ നിന്ന് പ്രിയ പത്നി ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒതുക്കി ഭക്ഷണം കഴിക്കണം. നല്ല വെറൈറ്റി ഭക്ഷണമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. വണ്ടി ഇവിടെ ഒതുക്കട്ടെ. അല്ലടാ, ഒതുക്കിയിട്ട് കഴിക്കാം അല്ലേ? ഭക്ഷണം കഴിക്കാൻ മുട്ടിയാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. ഈ അഫ്സലിൻ്റെ വണ്ടിയിലെ അത്യാവശ്യം ഒരു യാത്രകളും എല്ലാ സാധനവും എന്നും ഉണ്ടാവും കേട്ടോ. പക്ഷേ കാസറോള്, ഗ്യാസ് അടുപ്പ്, പിന്നെ പെട്ടെന്ന് കഴിക്കാനുള്ള മാഗി, അങ്ങനെ സാധനങ്ങളൊക്കെ എന്നും പുള്ളിയിൽ ഫുൾ ഫിൽഡായിരിക്കും. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. ചമ്മന്തി, വെണ്ടത്തോരൻ, മോര് കറി. എന്നാ ഇത് മോര് കറിയാ? അല്ല, ഉപ്പിലിട്ട മാങ്ങ പോലെ. ചൂടുള്ള ചോറാണ്. അവിടെ മൂവാറ്റുകാരുടെയൊക്കെ മെയിൻ സാധനമാണ് കുത്തരിച്ചോറ് അല്ലേ? ഞങ്ങൾ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഈ സാധനം വെള്ളച്ചോറായി. അൽത്താഫിന് സ്പെഷ്യൽ മതി, കുറച്ച് മതി. അവ തരും. കറിയൊക്കെ ഒഴിച്ചു വെച്ചെടുക്കല്ലടാ. നീ ചച്ചു ഒഴിച്ചെടുത്താലേ. വേറെ സ്പൂണുണ്ടോ? ഇളക്കിയെടുത്തു. അതിനകത്ത് മറ്റു ചേമ്പ. ഇതാ ചേമ്പാണോ? ഇത് വെണ്ടക്ക സ്റ്റൈലിഷ് ഉണ്ടാക്കി. അത് തിന്നാ ഇനി തിന്നോളൂ. ഇതിലിരി കണ്ട് നീ ഇതിൽ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നീ ഇച്ചിരി നീക്കിട്ട് അവിടെ ഇരുന്നേന്. ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ. കറി ഇനി വേണമെങ്കിൽ ഇതിന്ന് എടുക്കണോട്ടോ. ഈ ഒരു നേരം കഴിച്ച് ബാക്കി പള്ളേ കളയാനുള്ള. ഈ പള്ളേ കളയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വയറ്റിലേക്ക് കളയാന്നുള്ളത്. പക്ഷെ ഇവർ ഉദ്ദേശിച്ചത് വേസ്റ്റാക്കി കളയാം, അല്ലെങ്കിൽ ദൂരെ കളയാന്നുള്ള രീതിയിലാണ്. ഈ യാത്രയൊക്കെ പോകുമ്പോണ്ടല്ലോ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു സുഖമാട്ടോ അല്ലേ? എൻ്റെ സ്ഥിരം പരിപാടിയാണല്ലേ? അത് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം പെട്ടെന്ന് ടേസ്റ്റാണ്. പുറത്തുനിന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഇതുകൊണ്ട് ഉപ്പിലിട്ട മാങ്ങ കേട്ടോ. ഇതിങ്ങനെ അങ്ങ് എടുത്തിട്ട് രണ്ട് പറ ചോറിനതുണ്ടെങ്കിൽ. ഈ വെണ്ടക്കത്തോരൻ കലക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു സ്പെഷ്യൽ വെണ്ടക്കത്തോരനാണ്. അടിപൊളി. അഫ്സലിൻ്റെ ഭാര്യ കിഴക്കിയിട്ടുണ്ട്. കോയമ്പത്തൂർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ മെട്രോ കണ്ടോ? മെട്രോയുടെ പണിയൊക്കെ കിടക്കണ. ഇതിപ്പോ ഉക്കടമല്ലടാ, ഉക്കടം അല്ലേ? ഉക്കടം. നമ്മുടെ കൊച്ചി പോലെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. മെട്രോ ഒക്കെ ഇവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല, ഇടയ്ക്ക് വെച്ചൊക്കെ നിർത്തിയേക്കാണ്. കൊച്ചിയില് മെട്രോ ഓടി തുടങ്ങി. ഇവിടെ ഫ്ലൈ ഓവർ ബ്രിഡ്ജ് മാത്രം ആവണേ ഉള്ളൂ. ഇവിടെ ഒന്നും
ഇതേ കോയമ്പത്തൂർ ചെന്നൈ സിൽക്സിൻ്റെ ബിൽഡിംഗ് ഒക്കെ കംപ്ലീറ്റ് സ്വർണ്ണം ഒട്ടിച്ച് വെക്കണം. കേടുവായിട്ടുണ്ടല്ലേ. അങ്ങനെ കോയമ്പത്തൂരിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മേട്ടുപ്പാളയം റോഡിലാണ്. പൊതുവേ തിരക്ക് കുറവാണല്ലേ? ഒട്ടും തിരക്കില്ല. കോയമ്പത്തൂരൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഭയങ്കര ക്രൗഡായ റോഡുകളാണ്. ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ടും ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, വണ്ടികളും തിരക്കൊക്കെ വളരെ കുറവ്. അതായത് നിങ്ങൾക്ക് റോട്ടിൽ നിന്നൊക്കെ എനിക്കറിയാം വളരെ കുറവാണ്. ഇതൊന്നും അല്ല തിരക്ക്. ഇവിടെ ഓഫീസ് ടൈമാണ് ഇപ്പോൾ. അതെ, ഓഫീസ് ടൈമും കൂടെയാണ് അല്ലേ, ആൾക്കാർ വരുന്ന സമയം. പക്ഷെ തിരക്കില്ല. ഭാഗ്യത്തിന് ഒരു മലയാളി വണ്ടീനെ പോലും. ഊട്ടിയിലൊക്കെ ആളുണ്ടാവൂടെ? ഊട്ടിയിൽ ഒന്നും തുറന്നു ഊട്ടിയിലൊക്കെ അല്ല എങ്കിൽ പോലും ആ ഏരിയയിലൊക്കെ ഉണ്ടോയെന്നൊക്കെ കണ്ടറിയാം നമുക്ക്. ഏതായാലും ഇതൊക്കെ ഒരു രസമല്ലേ? ഇതൊക്കെ യാത്രയിൽ പറഞ്ഞിരിക്കുന്നതാണ്. എൻജോയ് ചെയ്യുക, പോവുക. ഇതൊക്കെ ഓട്ടേഴ്സൊക്കെ തോന്നുന്നു അല്ലേ? ആയിരിക്കും. കോലം കണ്ട. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ച് കളയാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ വലിയ ഹോട്ടലിന് മുമ്പിൽ ചെറിയൊരു ചായക്കട സെറ്റ് ചെയ്യണത്. ഏതെല്ലാം നന്നായിട്ടുണ്ട്. കയറി ചായക്ക് 2 ചായക്കട ഓർഡർ ചെയ്തു. ക്യാമറ ഉണ്ടപ്പോൾ ചായ അടിക്കണതാണ് ഉഷാറായിട്ട്. പിന്നെ അവൻ്റെ സ്റ്റൈൽ അങ്ങനെ ആരംഭിച്ചാണ്. അവിടെ കണ്ടോ? മധുരമല്ലേ? അങ്ങനെ എടുക്കുന്നു. ചായ നല്ല ചായ. ചായ നല്ലതായിരുന്നു അല്ലേ? വേണമെങ്കിൽ ഒരെണ്ണം കൂടി കുടിക്കാന്ന് തോന്നുന്നു. അത് കുടിക്കാണ്ട് തന്നെ ചായക്കേ മധുരം അല്ലേ? കുറച്ചെടുക്കാൻ പറഞ്ഞു. ആ, മധുരം കൂടുതലാണ്. പാല് നല്ല പാലാണ്. പാല് നല്ല തിക്ക് പാലാണ്. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടുന്ന് പതുക്കെ ദൂരെ കാണുന്ന ആ മഞ്ഞ് മൂടിയ മലകളിലേക്ക് ഇപ്പൊ ഒക്കെ എന്താ രസകരമാണ്. ഒരു മൂന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ എവിടെ എത്തുന്നോ അവിടെ തങ്ങുന്നു. അതാണ് ഇവിടുത്തെ പരിപാടി. കാവൽ. നമ്മൾ ആദ്യം പറഞ്ഞു കോയമ്പത്തൂര് തിരക്കില്ല, വളരെ ശാന്തമാണ്. പക്ഷെ ഞങ്ങൾ തിരിച്ചെടുക്കാം കേട്ടോ. ഇതേ നോക്കിക്കോ, ഇത് കുറെ നേരമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പ്രശ്നമാണ്. കണ്ടോ, മെട്രോ പണിയായിട്ട് ബന്ധപ്പെട്ടാണ് നല്ല ബ്ലോക്കാണ്. ഏകദേശം ഒരു അല്ലേ 1/4 മണിക്കൂറോളം അല്ലേ നമ്മുടെ നഷ്ടപ്പെടുത്തിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്. ഇപ്പൊ ബ്ലോക്കില്ല എന്ന് പറഞ്ഞാൽ പണി കിട്ടിയ പോലെ ആയിപ്പോയി. ഇപ്പൊ റോഡ് മെട്രോ പണിയായിട്ട് തന്നെയാണ്. റോഡുകളൊക്കെ നമ്മുടെ എറണാകുളം തയ്യാറാവൂലല്ലോ. മെട്രോ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എന്തെല്ലാം ആവട്ടെ, നല്ല റോഡൊക്കെ പൊളിച്ച് ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. പൊടിയും. അതുകൊണ്ട് ശാന്തമായ കോയമ്പത്തൂർ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു സ്ഥലത്ത് ശാന്തവും ഒരു സ്ഥലത്ത് ഭീകരവുമാണെന്ന് ഓർത്തോളൂ. ടൂ വീലർ രക്ഷയില്ല. ടൂ വീലറൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല പൊടി. നമ്മള് ഗ്ലാസ്സൊക്കെ അടച്ചിട്ട് പോകുന്നത് കുഴപ്പമില്ല. ദൂരെ കാർമേഘം കണ്ടല്ലോ. അത് കാർമേഘം വന്നടാ. കരിമേഘാണോ? പൊടി മാത്രം, നിറച്ച് പൊടിയല്ലേ? പൊടിയാണ്. പിന്നെ ആകാശത്ത് ഇരുണ്ടിട്ടുണ്ട്. നമ്മുടെ പുറകിൽ ടൂ വീലർ. അങ്ങനെ ഞങ്ങളൊരു 7:30 ആയിട്ടോ ഞങ്ങൾ കൊത്തഗിരിയിലെത്തി. കൊത്തഗിരി എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതിന് ഒരുപാട് ടൂറിസ്റ്റ് ഹോമുകൾ ഉണ്ടാവില്ല, കൂടുതലും ഹോം സ്റ്റേകളായിരിക്കും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ രാത്രി ഒരാൾ ഞങ്ങൾ ഒരു
ഹോം സ്റ്റേയിലേക്ക് വഴി കാട്ടുകയാണ്. ഒറ്റയ്ക്ക് റൂട്ടിൽ പോയി നമ്മൾ പേടിച്ചു പോകും. ഊരാ കൂടിയിട്ടും ഞാരോയ റോഡും സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ഡ്രീംസ് വില്ല റിസോർട്ട്സ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു കോട്ടേജ് എടുത്ത് എത്തിയേക്കുവാണ്. അപ്പോൾ രാത്രി പ്രത്യേകിച്ച് യാത്ര പറയുന്നില്ല, നമുക്ക് നാളെ രാവിലെ ഇതിൻ്റെ കാഴ്ചയായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നല്ല കോടയുണ്ട്, നല്ല തണുപ്പ്. അപ്പോൾ കാലത്ത് ഇപ്പോൾ ഒരു സമയം ഒരു 6:15 നോക്കിയപ്പോൾ നല്ല കോട. താഴത്തേക്ക് നല്ല വ്യൂ ഉണ്ട്. ഇതുണ്ട് താഴത്ത് നമ്മുടെ കൃഷിയൊക്കെ ഉണ്ട്. അതെന്താ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. നല്ല ആംബിയൻസ്. ഈ കൊത്തഗിരിയിൽ പ്രശ്നമുണ്ട്. ഇതൊരു ഊട്ടി പോലത്തെ ടൂറിസ്റ്റ് ഏരിയ അല്ല. എന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടെ റെസിഡൻഷ്യൽ ഏരിയകളാണ്, കൃഷിയും കാര്യങ്ങളായിട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റൂമുകളും കോട്ടേജൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം പല സ്ഥലത്തും ഇവർ ചോദിച്ചത് ഫാമിലി ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഫാമിലികൾക്ക് ആണ് കൂടുതൽ കൊടുക്കാൻ താല്പര്യം. പറഞ്ഞില്ലേ, ഈ റെസിഡൻഷ്യൽ ഏരിയയിലായതുകൊണ്ടും അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടാണ് ഇവിടെ അവർ നൽകുന്നത്. ബാച്ചിലേഴ്സിന് കൂടുതൽ കൊടുക്കാൻ അവർക്ക് പലർക്കും താല്പര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ ഡീസൻറ്റ് പയ്യന്മാരായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് റൂം തന്നിട്ടോ, അല്ലേ? ഡീസൻറ്റ് ലുക്കൊക്കെ ഇല്ലേ? അപ്പോൾ ഇതേ ഒരുപാട് കാണിക്കാനുണ്ട്. ഇത് കണ്ട ഇവിടെയൊക്കെ നല്ല കിളി നാച്ചുറലായിട്ട്. ഇതിനകത്ത് 2 തത്തയുണ്ട്. ഈ കോട ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ലൈറ്റില്ല. അപ്പോൾ കുറച്ച് ലൈറ്റ് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കാം കേട്ടോ. കണ്ട മുകളിൽ കണ്ട ഇതാണ്. ഒരു 4 ബെഡൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല വ്യൂ ആണ്. ഫാമിലിക്കൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് എടുക്കാം. ഇത് ഡൈനിങ് ആണ്. ഡൈനിങ്ങിനൊക്കെ ഇരിക്കാം. ഇതുണ്ട് വ്യൂ ആണ്. മോള് വശമൊക്കെ ഉണ്ടോ? നമ്മളൊക്കെ ഇതൊന്ന് വഴിയാണ്. എൻട്രൻസ് ആട്ടോ കാണിക്കും. പാർക്കിംഗ്. ഞങ്ങൾ വണ്ടി താഴ്ത്തുകൊണ്ട് കിട്ടും. നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതാണ്ട ആൾട്ടസ് നേരെ താഴത്തോട്ട് അവിടെ ഒതുക്കിയിട്ട്. ഇതാണ് എൻ്റെ കൺവേഷൻ. ഇത് നല്ല റൂം കേട്ടോ. സെറ്റ് ചെയ്തല്ല, ഒരു ഉണ്ടോ 2 ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഇറങ്ങാം. ഫാമിലി സൂട്ട്. കാലത്ത് ആരും എണീച്ചിട്ടില്ല. വിശപ്പുണ്ട് കേട്ടോ. കാലത്ത് എനിക്ക് നല്ല വിശപ്പില്ലടാ. ഇതിന് കഴിച്ചാലോ? ഇതിൽ കൊണ്ടുവരണ്ട. നിന്റെ സാമഗ്രികളെല്ലാം ഉണ്ടോ ഉണ്ടാക്കാൻ പറ്റിയ? അതിനകത്ത് നൂഡിൽസോ അല്ലെങ്കിൽ വല്ല റസ്ക് കട്ടൻ ചായയൊക്കെ കാണും. ഓക്കെ ഓക്കെ. എമർജൻസി അല്ല അതിനകത്ത് എല്ലാം ഉണ്ട്. അതെ, ഞാൻ ഇന്നലെ കാണിച്ചില്ല. ഡീറ്റെയിൽ പറഞ്ഞില്ല എന്നുള്ളൂ. എന്താ പറഞ്ഞാൽ വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞില്ല, അത് കാണിച്ചെന്നുള്ളൂ. നമുക്ക് ഇനി ഒന്നും കാണിക്കാം എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തുടരാം. കമോൺ. വേ ടു പ്ലേ ഗ്രൗണ്ട്. ഒരു കളിസ്ഥലം എന്നാണല്ലോ പറയണേ. നമുക്ക് പോയി നോക്കാം. ഈ വഴി ഇറങ്ങിപ്പോണം. ഇതുപോലത്തെ വഴിയിലേക്ക് ഇറങ്ങിയാണ് പ്ലേ ഗ്രൗണ്ട്. ഇത് കൊള്ളാം. നല്ല ചുറ്റും കൃഷിയുണ്ട്. അതേ നമ്മൾ നേരത്തെ കണ്ട മഞ്ഞ് മൂടിയ സ്ഥലങ്ങളാണ്. വെയിൽ വന്നപ്പോൾ കണ്ട. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറയും. അതിന്റെ ചുറ്റും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ താഴത്ത്. അതാ പറയുക, ശരിക്കും ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ
ഒരു ദിവസം 2 ദിവസം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഓണറായ സുബ്രഹ്മണ്യൻ സാറിനെയാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം, ഈ കാണിച്ചൊക്കെ വരാം. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ നൽകാം. സാറാ ഇതൊരു 5 വർഷത്തോളമായില്ലേ തുടങ്ങിയിട്ട്? 5 വർഷമായില്ലേ? ശരിക്കും പറഞ്ഞാൽ ജപ്പാനിൽ ഒക്കെ പോയി കഴിഞ്ഞ് റിട്ടയർമെന്റ് ജീവിതം ഇപ്പൊ ഹോം സ്റ്റേയില് അല്ലേ? അടിപൊളിയാണ് ജീവിതം. ആ ഒരു സമയം നമ്മള് എൻജോയ് ചെയ്യാണ് അല്ലേ? ചെറിയ വരുമാനവും. വൈഫ് ഉണ്ട് കേട്ടോ, വൈഫ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൃഷിയൊന്നും നടക്കുന്നില്ലോ? കൃഷിയൊന്നും ചെയ്യുന്നില്ലോ? കൃഷി ഐ മീൻ ഫാമിംഗ് ഒന്നും ഇല്ലല്ലോ? ഇല്ല അല്ല, പുള്ളി ഇതായിട്ട് നടക്കാം. ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അല്ലേ ഇതിൽ നിന്ന് മുക്തിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ടൈമാണ്. അപ്പോൾ അഫ്സൽ ഇത് തുടങ്ങി നല്ല അടിപൊളി ഇഡ്ഡലി, സാമ്പാറും ചട്നി, ചമ്മന്തി, ചുവന്ന ചമ്മന്തി. ശരിക്കും പറഞ്ഞാൽ സാമ്പാറൊക്കെ ശരിക്കും പറഞ്ഞാൽ അതെ അല്ലേ തമിഴ്നാട് തന്നെ ഒന്ന് കഴിക്കണം അല്ലേ? അതെ. ഇഡ്ഡലി നമുക്ക് 3 അങ്ങോട്ട് തുടങ്ങാം. കുറച്ച് ചമ്മന്തി കഴിക്കണം. സാമ്പാറൊക്കെ ഉണ്ടോ? മഞ്ഞ കളർ സാമ്പാറിലേക്ക് നമ്മുടെ ഭക്ഷണം കിട്ടിയിരുമ്പോൾ കറുത്തൊരു സാമ്പാർ അല്ലേ? കുറ്റം പറഞ്ഞല്ല കേട്ടോ, അത് ഇവരുടെ ഒരു ട്രഡീഷണൽ കറിയാണ്. ഇത് അവിടുത്തെ ആൾക്കാരുണ്ടാക്കിയ ടേസ്റ്റ് ഉള്ളൂ. ഇതങ്ങോട്ട് എടുത്ത് സാമ്പാർ മിക്സ് ചെയ്ത് കുറച്ച് ചമ്മന്തി, കുറച്ച് വെള്ളച്ചമ്മന്തി ചേർത്തിട്ട് ഇങ്ങനെയാണ് കുഴക്കണം. ഇതിങ്ങനെ അടിപൊളി നല്ല മല്ലിയുടെയും ടേസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് സൈസ് പച്ചക്കറി ആടാം. ഇവിടെ അങ്ങനെ കിട്ടില്ല, ഇവിടെ ലോക്കലിലുള്ള. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കയും മുളകും പരിപ്പൊക്കെ അതുകൊണ്ടാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. ഇത് ഇവരുടെ ഒരു ഫുഡായതുകൊണ്ട് ഉണ്ടോ അതിൻ്റെ അത് 2 തത്തകൾ ആണ്. രാത്രി കാണാൻ പറ്റും, പകലുണ്ട് കണ്ടാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തത്തകളെ വളർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തോ ഒരു നിയമം ഉണ്ട്. ബോർഡിൽ എല്ലാ നമ്പറും വർക്കാണോ? നമ്പർ ശരി പ്ലീസ് വരി നമസ്കാരം. അപ്പോൾ മൊത്തം ബില്ല് വന്നു. ഒരു 1900 ബില്ല് നിന്നു. 1600 റൂമിന്. ശരിക്കും പറഞ്ഞാൽ അല്ലേ, നമ്മൾ ആദ്യം അന്വേഷിച്ചൊക്കെ 3000 രൂപ റൂം റെൻറ്റ് മാത്രം പറഞ്ഞത്. ഇപ്പോൾ 2 നേരം ഒരു സിമ്പിളാണ് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റും ഇഡ്ഡലിയും കാര്യങ്ങളായിരുന്നു. ഒരു മൊത്തം ഒരു 1900 പരിപാടി, 1600 റൂം ബാക്കി ഭക്ഷണത്തിന്. അപ്പോൾ എങ്ങനെയായാലും പോലും നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ആംബിയൻസും, ശരിക്കും ഫാമിലിക്കൊക്കെ വന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഊട്ടിയിലെ ഡോഡാപ്പേട്ട വഴിയാണ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വരാം. ഇനിയും ഇത് നീണ്ടുപോയാൽ വലിയൊരു എപ്പിസോഡാകും. അപ്പോൾ എല്ലാവർക്കും സുലാൻ.